ആ ഞാൻ വേണ്ട. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കയറിയോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇത്ര നേരമായി വിളിക്കുന്നത്. എന്താടാ റസീദ, എന്താ നല്ല ചൂടിലാണല്ലോ ഈ? പറയണ്ട. ആ വളവിലെ നാസറിനെ കുറച്ച് ഫണ്ട് കൊടുത്തേന്. ഒരു 15 പ്രാവശ്യം ഇന്ന് രാവിലെ വിളിച്ച് ഇതുവരെ ഫോൺ എടുക്കുന്നില്ല. എന്താ ചെയ്യുക? അല്ലേ വലിയ സംഖ്യ കുടുങ്ങിക്കണോ? സംഖ്യ ഉണ്ട്, വലിയൊരു സംഖ്യ കൂടിയിട്ടുണ്ട്. ഒരാളോട് പറയാൻ പറ്റൂല. ഒന്നാര റസീദ്, ഈ അല്ലാതെ ഈ പൈസ ഒക്കെ ഓന് കൊടുക്കാൻ നോക്കും. ഓനിപ്പോൾ ആരാ പിടുത്തേ? ഓനിപ്പോൾ കോടീശ്വരനാ. സ്ഥലം അവിടെ എടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലം എടുത്തുക്കണ്. ഇപ്പോൾ അടുത്ത് ഇന്നലെതാ റൂട്ട് അടക്കപ്പോൾ ഒരു ബസ്സും എടുത്തുക്കണു. അതാണ് ഓൻ്റെ കഥ. ആ ഉണ്ടാക്കാനോ ഓരോരുത്തരുടെ വിധി അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ വെക്കുന്നാല് റഷിക്കാനെ വിടില്ല. ശിഖ ആ എല്ലാവരും ഉണ്ടല്ലോ. സർഗ എന്താണിത് ഇരുന്ന് തിന്ന് തന്നെയല്ലേ ആരാൻ്റെ ഇറച്ചി? കുറ്റല്ല മുനീറ പറയുന്നത്. നാട്ടിൽ ഇത്രയും സ്വത്തൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? പൈസ കുറെ കീസലിട്ട് ഇങ്ങനെ വലിയൊരിതായിട്ട് നടന്നിട്ടില്ല. ഒരു തുള്ളി വെള്ളം ഒരു മനുഷ്യന് മേടിച്ചു കൊടുക്കും. എന്താ ചെയ്യാ? അല്ല ആരെ കാര്യങ്ങൾ പറഞ്ഞ ആളാരാത്? ആ വളവിലെ നാസറിന്റെ കഥയാ പറയുന്നത്. വളവിലെ അംസാജിന്റെ നാസറോ? ആ അതന്നെ. അപ്പൊ നിങ്ങള് സംഭവം ഒന്നും അറിഞ്ഞില്ലേ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു 10 മിനിറ്റ് മുന്നേ റഫീഖ് വിളിച്ച് പറഞ്ഞതാ, ബസ് സ്റ്റാൻഡിൽ നിന്ന് മുന്നേ ഒരു ആക്സിഡൻറ്റ്. ഓൻ സ്ഥലത്തുണ്ട്. പോയി നോക്കുന്ന സമയത്ത് നാസറാണ്. നമ്മൾ റഫീഖ് പറഞ്ഞ ആരോ ചാമ്പ്യതാന്നാ. നാട് മുഴുവൻ ശത്രുക്കളാണല്ലോ. സമ്പാദിച്ച് കൂട്ടിയില്ല അതിന് മാത്രം. പെട്ടെന്നല്ലോ എൻ്റെ വളർച്ച. അതെപ്പോള് ആ പൈസയും പോയല്ലോ കുറച്ചോനെ. എന്നാലേ ഓനാളൊരു നല്ലോനെ. ആ പള്ളിന്റെ 2ാം നിലന്റെ ഫുള്ള് പണിയെടുത്ത ഓനാ. ഫുള്ള് പൈസയും കൊടുത്തോനാ. ആളല്ല ക്ലിയർ. പിന്നെ എനിക്ക് കേൾക്കണം റസീദേ, ആ മരക്കാർക്കാണ്ട് 2 പെൺകുട്ടികളെ ഓൻ കെട്ടിച്ചയച്ചു. നേരോ? നോക്കിയിട്ട് കാര്യമില്ല. അള്ള വിളിക്കുന്നതല്ലേ. പോണു പോൽ നിർബന്ധ.